പ്രിയമുള്ളവരെ, അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സൗദിയും ഇറാനും തമ്മിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തുന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്നത് മേഖലയിൽ ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണിക്ക് എതിരെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇസ്രായേലിനെതിരെ സൗദിയും ഇറാനും ഒന്നിക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തമായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ സൗദി വിദേശകാര്യമന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഖുറൈഷിയും ഇറാനിയൻ വിദേശകാര്യമന്ത്രി മാജിദ് അൽഥാനിയും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുടെ മധ്യസ്ഥത വഹിച്ചത് ചൈനീസ് വിദേശകാര്യമന്ത്രിയായിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബെയ്ജിംഗ് കരാർ എന്ന പേരിൽ ഒരു കരാറ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിടുവാൻ തീരുമാനിച്ചിരുന്നു. ആ കരാറിന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ മേഖലയിൽ ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ഒന്നിച്ചു നിൽക്കുക, ഇറാനും സൗദിയും ഒന്നിച്ചു നിൽക്കുക എന്നായിരുന്നു. ആ ബെയ്ജിംഗ് കരാറിന്റെ തുടർ നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ടെഹ്റാനിൽ ഈ ഇറാനും സൗദിയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രധാനമായും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ആ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായി ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഒപ്പം ഇറാനും സൗദിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന വലിയ വാർത്ത തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ചൈനയുടെ കൂടുതൽ കാര്യക്ഷമമായ നയതന്ത്രജ്ഞത ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗദിയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ചൈനയുടെ സഹായം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയേക്കാൾ കൂടുതൽ കാര്യക്ഷമമായ ഒരു പങ്കാളിയായിട്ട് ആ പ്രദേശത്തെ രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയെ കാണുന്നുണ്ട് എന്നൊരു വലിയ വസ്തുത ഈ അവസരത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ അവസരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പശ്ചിമേഷ്യൻ വാർത്ത എന്ന് പറയുന്നത് സൗദി ഇറാൻ നയതന്ത്ര ചർച്ചയാണ് ടെഹ്റാനിൽ നടക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.